കോഴിക്കോട് തൊട്ടിൽപ്പാലം ചൂരണിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. കോതമംഗലം കൊട്ടപ്പടിയിൽ കാട്ടാന വീട് തകർത്തു. പത്തനംതിട്ട തണ്ണിത്തോട് കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തൊട്ടിൽപ്പാലം ചൂരണിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. പറമ്പിൽ പശുവിനെ കെട്ടാൻ പോയ ശാന്ത, സനിക എന്നിവർക്കും ബൈക്കിൽ പോവുകയായിരുന്ന ഷീജ, മകൻ എബിൻ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഞാൻ ഇവനോട് പറഞ്ഞു ഓടിക്കാൻ മോനെ പറയുമ്പോഴത്തേക്ക് കാറിക്കൊണ്ട് ഇങ്ങനെ ഓടിക്കുമെന്ന് പറഞ്ഞു. കൊച്ചു അവിടെ നിന്ന് ഓടി. ആ വണ്ടി അവിടെ വീകലും വണ്ടിക്ക് വന്ന് സ്കൂട്ടിക്ക് വന്നിട്ട് 3-4 ഇടിയാണ്. ഇടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വണ്ടി ഇടിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ഓടുന്നത്. സത്യത്തിൽ അവിടെ നന്നേരാണ് ഞാൻ ഓടി. അപ്പോഴത്തേക്ക് ഇവരല്ല എനിക്ക് ഇപ്പോഴും എന്താ പറയുക പറയാൻ എനിക്ക് പറ്റുന്നില്ല. വണ്ടി പോയി, എൻ്റെ ഫോണ് പോയി, എല്ലാം വണ്ടിയൊക്കെ പിന്നെ എല്ലാവരും കൂടെ വന്നിട്ടാണ് നിവർത്തി വെച്ചത്. ഇങ്ങനെ ആകുമ്പോൾ വെച്ചാൽ 6 മാസം 7 മാസക്കാലം ഈ ആന കാട്ടാൻ ശല്യവും ഈ കുട്ടീനെ കൂടെ വളരെ ശല്യമാണ്. അപ്പോൾ ഫോറസ്റ്റുകാരെ അറിയിക്കും, അവർ വരും, പടക്കം പൊട്ടിക്കും, കുറച്ച് ദൂരം കയറ്റി വിട്ടിനും അത് വൈകിട്ട് പിന്നെ വീണ്ടും ഇറങ്ങും. ഈ ഒരു സാഹചര്യം ഞാൻ ഈ വേണ്ടെന്ന് എന്താ വെച്ചാൽ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ആനയെ ഉള്ള അതിർത്തിയിലേക്ക് കയറ്റി വിടുക, ഉള്ളിലേക്ക് കയറ്റി വിടണം. അല്ലെങ്കിൽ ഇങ്ങനെ ഓടിച്ച് അവിടെ കയറ്റി വിടാതെ ഉള്ളിലേക്ക് കയറ്റി അതിനെ വിടുക എന്നുള്ളത്. പുലർച്ചെയാണ് കോതമംഗലം വടക്കുംഭാഗം മേഖലയിൽ കാട്ടാനാക്രമണമുണ്ടായത്. വടക്കുംഭാഗം സ്വദേശി മോഹനന്റെ വീട് ആക്രമണത്തിൽ തകർന്നു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് ഇവിടെ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി വന്നതും ഈ മാതിരി ആക്രമണം ഉണ്ടാക്കി. ഇവിടെ താമസക്കാരുണ്ടായിരുന്നു, ഇന്നലെ രാത്രി ആളുകളുണ്ടായിരുന്നു. ഈ ഉറങ്ങി കിടക്കുന്ന ആളുകളുടെ ശരിക്കും പറഞ്ഞാൽ മേത്തോടെ കയറി പോയ ഒരു അവസ്ഥയിലാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രാത്രികളിലൊക്കെ ഇവിടെ ആനശല്യം അതിരൂക്ഷമാണ്. ഒരു 6ഓളം ആനകളെ കൊണ്ട് ഇവിടെ ജനങ്ങൾ ഒരു മാസമായിട്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ CCTV കണ്ടു, ഒരു ബൈക്ക് യാത്രക്കാരൻ കക്ഷി രക്ഷപ്പെടുന്നത് നിങ്ങൾ കണ്ടു. കാട്ടാനകൾ ഇപ്പോൾ കൂട്ടമായാണ് പ്രദേശത്ത് വിഹരിക്കുന്നത്. ഇന്നലെ പ്ലാമുടി മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ബൈക്ക് യാത്രികനെ ആക്രമിച്ചിരുന്നു. പത്തനംതിട്ട തണ്ണിത്തോടും കാട്ടാന ഇറങ്ങി. വടക്കേ മണ്ണിറയിൽ രാത്രിയെത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 24 തൊടുപുഴ.